എല്ലാവർക്കും നമസ്കാരം. സാറിനെ പരിചയപ്പെടുത്തി. എന്റെ പേര് ജോഫിനിഷ. വീട് തൃശ്ശൂർ ജില്ലയിലെ മറ്റം, ഗുരുവായൂരിനടുത്ത് മറ്റം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ശരിക്കും പ്രോപ്പർ പ്ലേസ് ഗുരുവായൂർ തന്നെയാണ്. ഹസ്ബൻഡിന്റെ വീട് ഗുരുവായൂരാണ്. അപ്പൊ ഞങ്ങൾ മോദികെയർ ബിസിനസ്സിൽ വരുന്ന സമയത്ത് ഞാൻ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എങ്ങനെയാണ്, ഞാൻ വരുന്നത് ഗുരുവായൂരിൽ നിന്നാണ് നമ്മൾ ഫസ്റ്റ് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോ ഞാൻ പറഞ്ഞത് മറ്റം എന്നാണ്. ഓക്കെ, അത് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാന്നുള്ളത്. എന്തായാലും മോദികെയർ ബിസിനസ്സിലേക്ക് വന്നിട്ട് വരുന്ന ഫെബ്രുവരി, അടുത്ത വർഷം ഫെബ്രുവരി, ഇനി 2 മാസം കൂടെ ഉള്ളൂ. അതോടുകൂടി നമ്മൾ 5 വർഷം കംപ്ലീറ്റ് ആവാനാണ് പോണത്. മോദികെയർ ബിസിനസ്സിലേക്ക് വരുന്നതിനുള്ള പശ്ചാത്തലം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതിന് മുന്നത്തെ കാര്യം ആദ്യം പറയാം. ഞാൻ ഒരു പാരാമെഡിക്കൽ ടീച്ചറാണ്. അമല ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഇവിടെ തൃശ്ശൂർ ജില്ലയിലെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റൽ. അവിടെ പാരാമെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ജോലിയായിരുന്നു എനിക്ക്. ഞാൻ പഠിച്ചതും വളർന്നതും ഒക്കെ ചെന്നൈയിലാണ്. ചെന്നൈയിൽ നിന്ന് ജസ്റ്റ് എന്റെ UG കംപ്ലീറ്റ് ചെയ്തപ്പോ നാട്ടിൽ വന്ന് ഇവിടെ വന്ന ഉടനെ തന്നെ എനിക്ക് അമലയിൽ ജോലി കിട്ടുകയാണ് ഉണ്ടായത്. അങ്ങനെ നല്ല രീതിയിൽ വലിയ കുഴപ്പമില്ലാതെ പോകുമ്പോഴായിരുന്നു എന്റെ മാരേജ്. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഒരുപാട് സ്വപ്നങ്ങളുള്ള 2 വ്യക്തികളാണ് ഒരുമിച്ച് ചേർന്നത്. അപ്പൊ അതിൽ എന്താ വെച്ചാല്, എന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു വീട് വേണം എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. കാരണം ഞാൻ വളർന്നത് ചെന്നൈയിലായതുകൊണ്ട് നിങ്ങൾക്ക് അറിയണ്ടാവും, ചെന്നൈ ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയാണ്. അവിടെ വിശാലമായിട്ടുള്ള വീടൊന്നും നമുക്ക് കാണാൻ ഉണ്ട്. വലിയ വലിയ വീടുകളുണ്ട്. അത്രയും അവിടെ ലാൻഡിനൊക്കെ ഭയങ്കര കോസ്റ്റ് ആണ്, കോടികളൊക്കെയാണ് വില. അപ്പൊ സാധാരണക്കാർക്കൊന്നും അവിടെ വീട് വെക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണ കാര്യമില്ല. അത്രയും ഫിനാൻഷ്യലി സെറ്റ് ആവണം. അപ്പോ നാട്ടിൽ വന്നിട്ട് എനിക്ക് സ്വന്തമായിട്ടൊരു വീട്, ഓൾറെഡി ഇപ്പോ എനിക്കായാലും വീടുണ്ട്, ഹസ്ബൻഡായാലും വീടുണ്ട്. സ്വന്തം അധ്വാനത്തില് നമ്മൾ വിചാരിച്ച മാതിരി ഒരു വീട് വേണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമായിരുന്നു. അങ്ങനെ ആഗ്രഹം കൊണ്ട് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോ ട്രാവൽ ചെയ്യുന്ന സമയത്ത്, വണ്ടിയിലൊക്കെ പോകുമ്പോൾ, ബൈക്കിൽ നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്ത് റോഡിലെ ഓരോ വീടും ഞാൻ ഇങ്ങനെ നോക്കും. എനിക്ക് റോഡ് സൈഡ് ഒരു വീട് വേണം, എല്ലാരും കാണുന്ന മാതിരി ഒരു വീട് വേണം. ഭയങ്കര പാഷനായിരുന്നു എനിക്ക് വീടിനോട്. പക്ഷെ എന്ത് ചെയ്തിട്ടും വീടെന്ന് പറഞ്ഞൊരു സ്വപ്നം നടക്കണില്ല. സംഭവം 2 പേരും വർക്കിംഗ് ആണ്. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഹസ്ബൻഡും 3 ഇൻഷുറൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ടും നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളൊന്നും നേടിയെടുക്കാനൊന്നും സാധിക്കുന്നില്ല. അങ്ങനെ കുറെ ആഗ്രഹങ്ങളും കൊണ്ട്, പക്ഷെ എവിടെയും എത്തുന്നില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ എവിടെ എത്തുന്നില്ല. നമ്മൾ സ്വയം കോംപ്രമൈസ് ചെയ്യാൻ പഠിക്കൂലേ, നമ്മൾ അങ്ങനെയല്ലേ. ഒന്നും നടക്കാതെ വരുമ്പോ നമ്മൾ കോംപ്രമൈസ് ചെയ്യും. അങ്ങനെ കോംപ്രമൈസ് ചെയ്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് 2 മക്കളാണ്. ഇപ്പൊ മോൻ 10th-ലും മോള് 7th-ലും 2 പേര് പഠിക്കുന്നുണ്ട്. അപ്പൊ ഒരു 5 വർഷം മുന്നേ, ഒന്ന് ആലോചിച്ചാൽ മതി, 5 വർഷത്തിന് മുന്നേ. ഇപ്പൊ മോൻ ഒരു 5th-ല്, മോള് 3rd-ല്. ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് വീട് വേണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം. ആ സമയത്ത് ഞങ്ങളുടെ രാജു ശിവാനന്ദൻ എന്ന് പറഞ്ഞ സാറ്, കുന്നോളം ടീം ലീഡേഴ്സിൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും, റഫീഖ് സാർ, ബക്കർ സാർ, രാജു ശിവാൻ സാറാണ് ഹസ്ബൻഡിനോട്, ജിൽസൺ സാറിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി സംസാരിച്ചത്, മോദികെയർ എന്ന് പറഞ്ഞ ഒരു ഓപ്പർച്യൂണിറ്റി സംസാരിച്ചത്. അപ്പൊ ഇതിന്റെ ഇടയിൽ വേറൊരു സംഭവം ഉണ്ടായി. ഞാൻ അമലയിൽ നിന്ന് റിസൈൻ ചെയ്തു, അമല ഹോസ്പിറ്റലിൽ നിന്ന് റിസൈൻ ചെയ്തു. കാരണം ഡെലിവറി ഒക്കെ ആകുമ്പോഴേക്കും സമയമല്ല, അവര് ലീവ് തരില്ല. ഡെലിവറിക്ക് ലീവ് തന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? 9 മാസം വരെയും ജോലിക്ക് പോയി, എന്നിട്ടും അവര് ലീവ് തരാൻ തയ്യാറല്ല. അപ്പൊ പിന്നെ നമ്മൾ ജോലി റിസൈൻ ചെയ്ത് അതിനുശേഷം ഹസ്ബൻഡ് പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം, നീ ഇനി ആരുടെയും അണ്ടറിൽ ജോലിക്ക് പോകണ്ട, നമുക്ക് സ്വന്തമായിട്ടും, നീ ക്വാളിഫൈഡ് അല്ലേ, നമുക്ക് സ്വന്തമായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാന്ന് പറഞ്ഞ് ഗുരുവായൂരിനടുത്ത് ചൂണ്ടൽ എന്ന് പറയും ആ സ്ഥലത്ത് സ്വന്തമായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചു. 2010-ല് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചു. അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല രീതിയിൽ റൺ ചെയ്തു പോകുന്ന സമയത്താണ് കൊറോണ. ഓക്കെ, അപ്പൊ ആ കൊറോണയ്ക്ക് ജസ്റ്റ് മുന്നേ 2019 ഡിസംബറിലാണ് കൊറോണ ബ്രേക്ക് ഔട്ട് ഉണ്ടാവുന്നത്. അപ്പൊ ഞങ്ങള് 2019 ഫെബ്രുവരിയിലാണ് ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. 2019 ഫെബ്രുവരിയിലാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നത്. അങ്ങനെ ആ ഡിസംബറിൽ ചൈനയിൽ ബ്രേക്ക് ഔട്ട് ആയെങ്കിലും 2020 മാർച്ചിലാണ് നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത്. ആ സമയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ സ്വപ്നം എന്തായിരുന്നു? വീട് എന്ന് പറഞ്ഞൊരു സ്വപ്നം. അപ്പൊ ആ വീടിന് വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും ഒരു വസ്തു വേണം, അല്ലെ, ഒരു സ്ഥലം വേണം, പ്ലോട്ട് മേടിക്കണം.
അപ്പൊ ആദ്യം പ്ലോട്ട് വാങ്ങിച്ചിട്ടു ഞങ്ങള്. അത്യാവശ്യത്തിന് നല്ലൊരു പ്ലോട്ട് നോക്കി, നല്ലൊരു സ്ഥലം റോഡ് സൈഡ് നോക്കി ഞങ്ങൾ പ്ലോട്ട് വാങ്ങിച്ചിട്ടു. അതുവരെ സ്ഥലം മേടിക്കാനായിരുന്നു ആഗ്രഹം. സ്ഥലം മേടിച്ചു കഴിഞ്ഞപ്പോ പിന്നെ വീട് വെക്കണം എന്നുള്ള ഭയങ്കരമായ തീവ്രമായിട്ടുള്ള ആഗ്രഹം. അങ്ങനെയാണല്ലോ, നമുക്ക് ഒരു സൈക്കിൾ ആഗ്രഹിക്കും, പിന്നെ നമുക്ക് പിന്നെ ബൈക്ക് വേണം തോന്നും, ബൈക്ക് കിട്ടിയ ഇങ്ങനെ കാറ് വേണം എന്ന് തോന്നും. അങ്ങനെ വീട് വെക്കണം എന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം. അപ്പോഴാണ് ഇങ്ങനെ നമ്മളിങ്ങനെ ചിന്തിക്കും, എങ്ങനെ വീട് പണി സ്റ്റാർട്ട് ചെയ്യും, തറ പണിയണം, ഇങ്ങനെ ചിന്തിച്ചിട്ടും പൈസ ഇല്ല, ഫണ്ടില്ല. അപ്പോഴാണ് രാജശിവാൻ സാറ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ജിൽസൺ സാറിന്റെ അടുത്ത് പറയുന്നത്, ഹസ്ബൻഡ് അടുത്ത് പറയുന്നത്. ജിൽസൺ സാർ ഈ കാര്യം എന്റെ അടുത്തൊന്നും ചോദിച്ചില്ല. ആള് എന്റെ ID പ്രൂഫ് ജിൽസൺ സാറിന്റെ കയ്യിലുള്ളത് കൊണ്ട് ജിൽസൺ സാർ അതെടുത്ത് രാജശിവാൻ സാറിനെ കൊടുത്ത് ID അടിച്ചു. ഞാൻ അറിഞ്ഞിട്ടില്ല, സത്യം പറയാൻ ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ വീട്ടിൽ വന്ന് കുറച്ച് പ്രോഡക്റ്റ്, ഒരു 3000 രൂപയുടെ പ്രോഡക്റ്റ് കൊണ്ട് വീട്ടിലേക്ക് വന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രോഡക്റ്റ്, നല്ല പ്രോഡക്ട്സിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ്, അപ്പൊ നിന്റെ പേരിൽ ID എടുത്തിട്ടുണ്ടെന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, സംഗതിയൊക്കെ ശരി തന്നെ, പ്രോഡക്റ്റ് ഒക്കെ നല്ലതായിരിക്കാം, നമ്മൾ യൂസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് കണ്ടിട്ടേ ഉള്ളൂ. ഒരു കുണ്ടിലും പോയി ചാടരുത്, ആദ്യം ഞാൻ പറഞ്ഞ കാര്യം. കാരണം എന്താ വെച്ചാല്, നമുക്ക് വലിയൊരു സ്വപ്നം മുന്നിൽ കിടക്കുകയാണ്, വീട് പണിയണം. അതിന്റെ ഇടയിൽ നിങ്ങൾ കൊണ്ടുപോയി പൈസ അവിടെ ഇവിടെയും കൊണ്ട് കളയരുത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞ ഒരു കാര്യം, ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല, വീട്ടിലേക്ക് വേണ്ട സാധനങ്ങള് നമ്മൾ കടയിൽ നിന്ന് മാറ്റി വാങ്ങിച്ചു. ജിൽസൺ സാറ് പണ്ടേ നല്ല സാധനങ്ങൾ എവിടെ കിട്ടുമോ അത് അവിടെ പോയി വാങ്ങിക്കുന്ന ഒരു വ്യക്തിയാണ്. ലോ കോസ്റ്റ് അല്ല, നല്ല സാധനങ്ങൾ തിരഞ്ഞു മേടിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അപ്പൊ നമുക്കും മനസ്സിലായി, ഓക്കെ. പക്ഷെ നമ്മൾ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടില്ല. ഈ കിറ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഫ്രിഡ്ജിന്റെ മുകളിൽ വെച്ചു, അത് അവിടെ തന്നെ ഇരുന്നു. പിന്നെ ഓരോ പ്രോഡക്റ്റ് വീട്ടിൽ തീരുന്നതിനനുസരിച്ച് ഓരോന്നായിട്ട് നമ്മൾ എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് മാറ്റം വരാൻ തുടങ്ങിയത്. അന്ന് ഇപ്പൊ സ്കിൻ കെയർ ട്രെയിനിൽ നമ്മൾ പറയും ഫേസ് വാഷ് ഇട്ടിട്ട് വേണം ഫേസ് വാഷ് ചെയ്യാനൊക്കെ. അന്ന് നമുക്ക് അതൊന്നും അറിയില്ല. ഞാൻ എന്റെ സ്കിന്ന് കുറച്ച്, ഈ പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥ, നല്ല കാറ്റ് വീശു, നന്നായി മഞ്ഞ് പെയ്യുന്ന സമയത്ത് സ്കിന്നൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഡ്രൈ ആയി, നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് വേർക്കുമ്പോ നല്ല നീറ്റലുണ്ടാവും. അപ്പോ നമ്മൾ ഈ സോപ്പ് വൈറ്റ് പേൾ യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് അങ്ങനത്തെ പ്രോബ്ലം ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മുടെ സ്കിന്നിൽ വന്നിട്ടുള്ള മാറ്റം കണ്ടിട്ട് പതുക്കെ, നമ്മുടെ സോപ്പ് യൂസ് ചെയ്തിട്ടുള്ള സ്കിൻ കെയർ റുട്ടീൻ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല, ജസ്റ്റ് പ്രോഡക്റ്റ് സോപ്പ് യൂസ് ചെയ്യുമ്പോഴേക്കും തന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് ചോദിച്ചു തുടങ്ങി, എന്താണ് യൂസ് ചെയ്യണേ, നല്ല മാറ്റം ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ്, ഇതായിരിക്കും റീസൺ, അത് നമുക്ക് 100% അറിയില്ല. അങ്ങനെ പ്രോഡക്ട്സ് നമുക്ക് ഇഷ്ടപ്പെട്ടു, പ്രോഡക്റ്റ് മേടിക്കാം, അങ്ങനെയാണെങ്കിൽ ലോയൽ കസ്റ്റമർ ആയിട്ട് മുന്നോട്ട് പോവാന്ന് പറഞ്ഞാൽ ലോയൽറ്റിയിൽ മുന്നോട്ട് ഇങ്ങനെ പോവാണ്. ആ സമയത്ത് ജിഷാദ് സാറിന്റെ ന്യൂ പ്രോഗ്രാം വന്നു. ന്യൂ പ്രോഗ്രാം വന്നപ്പോ എന്നെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചത്, ജിൽസൺ സാർ അല്ല. എന്നെ കൊണ്ടുപോയിട്ട് തൃശ്ശൂർ ഇരുത്തി, മീറ്റിംഗിന് ഇരുത്തി. ആ പ്രോഗ്രാം കഴിഞ്ഞോടുകൂടി ഞാൻ പോയ ആളല്ല പുറത്തേക്ക് വന്നത്, ഞാൻ ആട്ടിമുട്ടി മാറി. ഞാൻ അതുവരെ എനിക്ക് കുറെ എന്താ പറയാ, മറകളുടെ ഉള്ളിലായിരുന്നു ഞാൻ. എല്ലാം കോംപ്രമൈസ് ചെയ്ത്, ഇതൊന്നും നടക്കില്ല, നമ്മളുടെ ജീവിതത്തിൽ ഇതൊന്നും നേടാൻ പോണില്ല, നമ്മൾ അങ്ങനെയൊക്കെയാണ് ചിന്തിച്ചത്. പക്ഷെ ഇതൊന്നും അല്ല നമ്മുടെ ജീവിതം, നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ എന്നുള്ളത് അന്നത്തെ ന്യൂ പ്രോഗ്രാമിൽ നിന്നാണ് മനസ്സിലായത്. നമ്മളിങ്ങനെ 4 ചുമരിന്റെ ഉള്ളിൽ ഒതുങ്ങേണ്ട ഒരു വ്യക്തിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. ഒരു പൂമ്പാറ്റയായിട്ട് പുറത്തു വരണം, ഫ്ലൈയിങ് കളേഴ്സിൽ നമ്മൾ പുറത്തു വരണം എന്നുള്ള ഒരു തീരുമാനം എനിക്കുണ്ടായി. അന്ന് ഒരു സ്ട്രോങ് ഡെസിഷൻ എടുത്തു. ഞാൻ അന്ന് വീട്ടിലേക്ക് ഏതാണ്ട് നമ്മളുടെ സിനിമ നടന്മാര് എയറിൽ നടക്കില്ലേ, സ്ലോ മോഷനിൽ നടക്കില്ലേ, ഏതാണ്ട് അങ്ങനെയാണ് ഞാൻ ജിൽസൺ സാറിന്റെ മുന്നിലേക്ക് വന്നത്. ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞു തരൂ എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, ജിൽസൺ സാർ ഇപ്പോ ഇൻഷുറൻസ് മേഖലയിലൊക്കെ നന്നായി വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്, അപ്പൊ മോദി കെയറിൽ എന്റെ ഭാഗത്തുനിന്ന് എന്ത് സപ്പോർട്ടാണ് ഞാൻ ചെയ്യേണ്ടത്, ഒന്നുമില്ല മീറ്റിംഗിന് വാന്ന് പറഞ്ഞിട്ട് പിന്നെ എന്നെ പരിവർത്തനം കൊണ്ടുപോയി. പരിവർത്തനം ചെന്നപ്പോ ഞങ്ങളുടെ അപ്ലൈൻ ലീഡർ, എനിക്ക് അറിയില്ല അതാണ് നമ്മുടെ അപ്ലൈൻ ലീഡർ എന്ന് അറിയില്ല, റഫീഖ് സാറ് സംസാരിക്കുന്നു. ഒരു മീൻകാരനിൽ നിന്നും മില്ലിനിയർ ആയിട്ടില്ല അദ്ദേഹം, മീൻകാരനാണെന്ന് പറഞ്ഞ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ സംസാരം കേട്ടപ്പോൾ ഞാൻ മനസ്സിലാക്കി, ദൈവമേ, ഇത്രയും സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യന് ഇങ്ങനെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടെങ്കിൽ. ഞാൻ വിചാരിച്ചു അദ്ദേഹം വലിയൊരു സംഭവമാണ്, അദ്ദേഹം മീൻകാരനാണ്, ഇദ്ദേഹത്തിന് 10ാം ക്ലാസ്സിൽ 72 മാർക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഞാൻ തീരുമാനിച്ചു, എന്തായാലും ഇത് അല്ല ഇപ്പൊ നമ്മൾ ജീവിക്കേണ്ടതല്ല നമ്മുടെ ലൈഫ്, നമ്മുടെ കഴിവുകൾ മുഴുവൻ പുറത്തെടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് പ്ലാറ്റ്ഫോം ആണെന്ന് മനസ്സിലാക്കി. അങ്ങനെ ഞങ്ങൾ ഒരു തീരുമാനം എടുത്തു. ഇപ്പൊ ഞങ്ങളുടെ തന്നെ വേറൊരു അപ്ലൈൻ ബാബുരാജ് സാർ, നിങ്ങൾ അറിയുണ്ടാവും, ബിന്ദു മാഡത്തിന്റെയും സന്തോഷ് സാറിന്റെയും ഏട്ടൻ ബാബുരാജ് സാർ, അവർ 3 പേരും ഒരേപോലെ ബിസിനസ് ഉള്ളവരും എല്ലാവരും അറിയും. ബാബുരാജ് സാറിന്റെ അടുത്ത് ജിൽസൺ സാർ ചോദിച്ചു, സാറേ ഈ ഒരു ബിസിനസ്
ഞങ്ങൾ സ്പീഡിൽ ചെയ്യാൻ തീരുമാനിക്കുന്നു, സാർ കൂടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ബാബുരാജ് സാർ പറഞ്ഞു ഞാൻ കട്ടയ്ക്ക് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ ബാബുരാജ് സാറിന് അപ്പോഴും നമ്മുടെ മൈൻഡ് സെറ്റില് എന്താ കാര്യം വെച്ചാൽ ഞാൻ ബാബുരാജ് സാറിന്റെ അടുത്ത് ചോദിച്ചത്, ബാബുരാജ് സാർ ഒരു 10,000 രൂപ കിട്ടുമോ മാസം? നമുക്ക് ഓൾറെഡി വേറെ ജോലി ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അതുപോലെ തന്നെ ഇൻഷുറൻസ് ഉണ്ട്. അപ്പൊ ഒരു 10,000 ഇൻകം മോദി കെയറിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഒരു കുറി ചേരാ, കുറി നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല, ചിട്ടി ചേരാന്നൊക്കെ പറയില്ലേ, അപ്പൊ അതൊക്കെ ചേർന്നത് വിളിച്ചിട്ട് നമുക്ക് തറപണി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്റെ ഡ്രീം കിടക്കുന്നത് വീട് വീട് വീട്, ഇത് മാത്രമാണ് എന്റെ ഡ്രീം. അങ്ങനെ ബാബുരാജ് സാർ പറഞ്ഞു മോളെ 10,000 അല്ല, ഇവിടെ ഇഷ്ടത്തിന് വരുമാനം, ചെക്ക് നമുക്ക് ഫില്ല് ചെയ്യാം, ബ്ലാങ്ക് ചെക്കാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ 10,000 കിട്ടിയാൽ മതി എന്നാണ്. അങ്ങനെ ഫെബ്രുവരിയിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഏപ്രിൽ മാസത്തില് ഞങ്ങള് 88,000 PGBV ചെയ്തുകൊണ്ട് ഡയറക്ടർ ക്വാളിഫൈ ചെയ്തു. ആ മാസത്തെ ഞങ്ങളുടെ വരുമാനം 10,000. അപ്പൊ നമ്മൾ ആഗ്രഹിച്ചത് നമുക്ക് കിട്ടി, സന്തോഷമായി. 10,000 ഇൻകം മോദി കെയറിന് കിട്ടുന്നു മനസ്സിലായി. പിന്നീട് അത് സ്പീഡിൽ തന്നെ പിടിച്ചു. ഒരു 2-3 മാസം കഴിയുമ്പോഴേക്കും നമ്മുടെ ഇൻകം 25,000 ക്രോസ് ചെയ്തു. ഫസ്റ്റ് ലെഗ് LPBയിലേക്ക് വന്നു. പിന്നെ ഒരു 5-6 മാസം കഴിയുമ്പോഴേക്കും സെക്കൻഡ് ലെഗ് LPB വന്നു. സോ 50,000 ഇൻകത്തിലേക്ക് എത്തി. അപ്പോ കോൺഫിഡൻസ് ആയി, ഞങ്ങൾ വീട് പണി തുടങ്ങി, തറപണി തുടങ്ങി. പതുക്കെ കിണർ കുത്തി തറപണിയൊക്കെ വീട് പണി നടക്കുന്ന സമയത്താണ് സെക്കൻഡ് ലെഗ് LPB അടിക്കുന്നത്. അന്ന് ഞങ്ങളൊരു തീരുമാനം എടുത്തു, ഇനി മോദി കെയറിൽ നിന്ന് കിട്ടുന്ന ഇൻകം അങ്ങനെ തന്നെ നമ്മള് വീടിലേക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതായത് മെറ്റല്, പൂഴി, സിമെന്റ്, അതിന് ഓരോന്നിനും വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. പിന്നെ അത് മാത്രമല്ല, ആ സമയമാകുമ്പോഴേക്കും കൊറോണ വളരെ സ്ട്രോങ് ആയിട്ട് വന്നു, ഭയങ്കരമായിട്ട് ബ്രേക്ക്ഔട്ട് ആയി. മാർച്ചിലാണല്ലോ കൊറോണ, 2020 മാർച്ച് ആകുമ്പോഴേക്കും ഭയങ്കര സ്ട്രോങ് ആയി. അപ്പൊ ആ സമയത്ത് ഞങ്ങളുടെ ഇൻകം മോദി കെയറിൽ നിന്ന് 50,000 ആണ്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞങ്ങളുടെ അതർ 2 ബിസിനസിന്റെ ഞങ്ങളുടെ അതർ 2 സോഴ്സ് ഓഫ് ഇൻകം സ്റ്റോപ്പായി. എല്ലാ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളും പൂട്ടേണ്ടതായിട്ട് വന്നപ്പോ ഇൻസ്റ്റിറ്റ്യൂട്ട് അടച്ചിട്ടു. അപ്പൊ നമുക്ക് നല്ലൊരു ഇൻകം സോഴ്സ് ആണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ലോസ് ആയി. ഇൻഷുറൻസ് മേഖലയും താഴ്ത്തോട്ട് പോയി. ആളുകളുടെ ജോലിക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് ഇൻഷുറൻസ് അടയ്ക്കാനും ആളുകൾക്ക് പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ഇൻകം ടോട്ടലി ഡൗൺ ആയി. പക്ഷെ ആ സമയത്ത് താങ്ങിയത് മോദി കെയർ ആണ്. അങ്ങനെ മോദി കെയറിലൂടെ വരുമാനം വാങ്ങിച്ച് പതുക്കെ ഞങ്ങൾ വീട് പണി കംപ്ലീറ്റ് ചെയ്ത്. സത്യം പറയാലോ, എന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്ന എന്റെ വീട്, വളരെ മനോഹരമായിട്ടുള്ള എന്റെ ഭവനം, ഏകദേശം 2,000 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വീട് പണി കഴിച്ചു ഞങ്ങള് മോദി കെയറിലെ ഫണ്ട് ഉപയോഗിച്ചിട്ട്. പക്ഷേ ഇത് ഞങ്ങൾക്ക് ബ്രാൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ബ്രാൻഡ് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് ഞങ്ങൾ അന്ന് ഡയമണ്ട് ആയിട്ടില്ല. അതായത് ഞങ്ങൾ ആ സമയത്ത് ഡയമണ്ട് അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ ഡയറക്ടർ എന്ന പൊസിഷൻ അന്ന് വേണം, ഡയമണ്ട് ഹൗസ് ഫണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എത്തിയിട്ടില്ല. അതിനു മുന്നേ തന്നെ ഞങ്ങൾ ഈ 2 ലെഗ് LPB കിട്ടി 50,000 എല്ലാ മാസവും ഏൺ ചെയ്യാൻ തുടങ്ങിയതിലൂടെ വീട് പണി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അത് കഴിഞ്ഞ് കാർ എന്ന് പറഞ്ഞ ഒരു ഡ്രീം എനിക്കില്ല, എന്റെ മനസ്സിലേ ഇല്ല. പക്ഷെ മോദി കെയറിൽ വന്നപ്പോ ഒരു 12 ലക്ഷം രൂപയുടെ കാറും നമുക്ക് സമ്മാനമായിട്ട് കിട്ടി. അത് നല്ലൊരു വീടിന്റെ കാർ പോർച്ചിൽ നല്ല ഭംഗിയുള്ള ഒരു കാറ് നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെയാണ് നിങ്ങൾ ബിസിനസ്സിൽ വന്ന സമയത്ത് മലേഷ്യ ട്രിപ്പിന്റെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു. അങ്ങനെ മലേഷ്യ ട്രിപ്പ് ഞങ്ങൾ 3 മാസം കൊണ്ട് അച്ചീവ് ചെയ്തു. ഇപ്പൊ ദുബായ് ഉണ്ടല്ലോ, അതേപോലെ തന്നെ അന്ന് മലേഷ്യ ആയിരുന്നു. മലേഷ്യ ട്രിപ്പ് 3 മാസം കൊണ്ട് അച്ചീവ് ചെയ്ത് കൂളായിട്ട് ഇരിക്കുകയായിരുന്നു. അങ്ങനെ മലേഷ്യക്ക് പോകാൻ പറ്റാത്ത സമയം ആയതുകൊണ്ട്, കൊറോണ ആയതുകൊണ്ട് 50,000 ഇട്ട് തന്നു. അത് നമുക്ക് വീട്ടിലേക്ക് ഇറക്കാൻ പറ്റി. അതുപോലെ തന്നെ വീണ്ടും ഒരു ധൂം ഓഫർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഒരു 50,000 നമുക്ക് കമ്പനി തന്നു. അപ്പോ എന്താ സംഭവിച്ചാല് എല്ലാ ഓഫറുകളും അച്ചീവ് ചെയ്യാന്നുള്ളതാണ് ഇതിലൂടെ ഞങ്ങൾ പഠിച്ച ഒരു കാര്യം. ടീം മെമ്പേഴ്സിനെ ഡൊമസ്റ്റിക് ട്രിപ്പ് അച്ചീവ് ചെയ്യിപ്പിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇന്റർനാഷണൽ ട്രിപ്സ് ക്വാളിഫൈഡ് ആവുന്നു. അപ്പോ ഇതിലൂടെ എന്ത് സംഭവിക്കുക വെച്ചാല് നമ്മളുടെ കൊടൈക്കനാൽ ട്രിപ്പ്, ഗോവ ട്രിപ്പ് ഒക്കെ വന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്തപ്പോ നമുക്ക് ടീം സെറ്റായി. അപ്പൊ അതിലൂടെ 75,000 വരുമാനം മേടിച്ച വ്യക്തി, 50,000 വരുമാനം മേടിച്ച വ്യക്തി, 25,000 വരുമാനത്തിലും അധികം വരുമാനം മേടിച്ചിട്ടുള്ള വ്യക്തികൾ, ഇതൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോ ഇപ്പൊ വീണ്ടും എന്നിട്ട് ഈ കൊറോണയിലാണ് ഞങ്ങൾ ക്രൗൺ ഡയമണ്ട് ഡയറക്ടർ എന്ന് പറഞ്ഞ പൊസിഷനിൽ എത്തിയത്. ക്രൗൺ ഡയമണ്ട് ഡയറക്ടർ ആയ ആ മാസം, അതായത് ഇപ്പോഴത്തെ ബ്ലാക്ക് ഡയമണ്ട് ഡയറക്ടർ ആയ മാസം തന്നെ ഞങ്ങൾക്ക് 1 lakh ഇൻകത്തിലേക്ക് എത്താൻ സാധിച്ചു.
അതും ഭയങ്കര അനുഗ്രഹമാണ്. അപ്പൊ നമ്മൾ ചിന്തിച്ചാൽ മതി, കൊറോണയിലാണ് ഇൻകം ചാടിയത്, ഡബിൾ ആയത്. 50,000-ൽ നിന്ന് പിന്നെ പോണത് 1 ലാഖിലേക്കാണ്. സാധാരണ കൊറോണയുടെ സമയത്ത് എല്ലാവരുടെയും വരുമാനം പുറകോട്ട് പോയി. ശമ്പളം ഒക്കെ കുറച്ച് അല്ലെ, ഒരു മാസത്തെ ശമ്പളം അല്ലെങ്കിൽ ഇത്ര ദിവസത്തെ ശമ്പളം ഒക്കെ കട്ട് ചെയ്ത് പോയിരുന്ന സമയത്ത് ഞങ്ങൾക്ക് മോദി കെയറിലൂടെ 1 ലാഖ് ഇൻകത്തിലേക്ക് എത്താൻ സാധിച്ചു. പിന്നെ പ്രോഡക്റ്റ് ട്രെയിനിങ്ങിന്റെ കാര്യം പറയണത് എന്റെ സബ്ജക്ട് ഇതായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ സബ്ജക്ട്. എപ്പോഴും എന്റെ സബ്ജക്ട് എനിക്ക് പാഷനാണ്. എന്റെ സബ്ജക്ട് ബയോകെമിസ്ട്രി ആയതുകൊണ്ട് അതങ്ങനെ അങ്ങനെ ഇട്ട് പോണു. അല്ലാണ്ട് അതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വർക്കൗട്ട് ഒന്നുമില്ല. പ്രോഡക്ട്സ് നന്നായി മനസ്സിലാക്കി നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അത് ആളുകളിലേക്ക് എത്തുന്നു, ആളുകളുടെ മനസ്സിൽ അത് ഉൾക്കൊള്ളുന്നു, അത് റിസൾട്ട് ആവുകയാണ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. പിന്നെ കുറെയൊക്കെ നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ആളുകൾക്ക് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടാണ്. ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷം. ഇതിനെല്ലാറ്റിനും അൾട്ടിമേറ്റ് റീസൺ ദൈവത്തിനാണ് നന്ദി പറയാനുള്ളത്. കാരണം നമുക്ക് ഓരോരുത്തർക്കും സ്വപ്നങ്ങളുണ്ട്. ഈ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മള് ദൈവത്തിന്റെ അടുത്ത് എപ്പോഴും നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും. ദൈവമേ, ഇപ്പൊ സാറ് അസീസ് റഹ്മാൻ സാർ തുടക്കത്തിൽ പറഞ്ഞു കുറെ കളിയാക്കലുകൾ. പഠിക്കാൻ, ഞാൻ എന്റെ ഫാമിലിയിൽ നോക്കുകയാണെങ്കിൽ പഠിക്കാൻ വലിയ കുഴപ്പമില്ല, മിടുക്കി എന്ന് പറയാം. എന്റെ കസിൻ സിസ്റ്റേഴ്സ് ഒന്നും അത്ര നല്ല പഠിപ്പിസ്റ്റുള്ള അല്ലായിരുന്നു. പക്ഷെ അവരുടെ ലൈഫ് സ്റ്റൈൽ ഇപ്പൊ കുറച്ച് മെച്ചപ്പെട്ട രീതിയിലേക്ക് അവര് കല്യാണം കഴിച്ചു കൊണ്ടുപോയി നല്ല ഒത്തിരി സെറ്റിൽ ആയിട്ടുള്ള ഒരു ഫാമിലിയിലേക്കൊക്കെ പോയി. നമ്മളെ ഒരു പുച്ഛഭാവത്തിൽ നോക്കുന്ന ഒരു അവസ്ഥ. പിന്നെ അത് മാത്രമല്ല, മോദി കെയറിലേക്ക് വന്നപ്പോ കളിയാക്കല് ഇരട്ടിച്ചു. മോളെ, നിന്നെ ബയോകെമിസ്ട്രി ഒക്കെ പഠിപ്പിച്ചത് സോപ്പും പേസ്റ്റ് വിൽക്കാനാണോ എന്നുള്ള രീതിയിലുള്ള കളിയാക്കലുകൾ. ഇത് തട്ടിപ്പാണ്, ഇത് അതാണ് ഇതാണെന്ന് പറയുന്ന ആൾക്കാർ. ഞാൻ എന്റെ ക്ലോസ് ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്തപ്പോ, ഇങ്ങനെ ഈ ബിസിനസ്സിലൂടെ ഒരാളും വരുമാനം വെച്ചിട്ടില്ല എന്ന് അവൾ എന്റെ അടുത്ത് സ്ട്രോങ് ആയിട്ട് പറഞ്ഞു. ഇതൊക്കെ തട്ടിപ്പാണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അവൾക്ക് എനിക്ക് കൊടുക്കാൻ പറ്റിയ ഒരേ ഒരു മറുപടി 50,000 എത്തിയപ്പോ എന്റെ ചെക്ക് നമ്മളുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുക്കാന്നുള്ളതാണ്. അത് കഴിഞ്ഞ് 1 ലാഖ് എത്തിയപ്പോ അയച്ചു കൊടുത്തു. അപ്പൊ അവൾ എന്റെ അടുത്ത് ചോദിച്ചു, സോ നൗ യു ബിക്കം എ മില്ലിനിയർ എന്ന് ചോദിച്ച് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. യെസ്, ഐ ബിക്കം എ മില്ലിനിയർ എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് റിപ്ലൈ ഇട്ട് കൊടുത്തു. അപ്പൊ ഇങ്ങനത്തെ മധുര പ്രതികാരങ്ങൾ നമുക്ക് ചെയ്യാനായിട്ടുള്ള ബെസ്റ്റ് ചാൻസ് ആണ്. കളിയാക്കലുകളിലൂടെ തന്നെയാണ് മുന്നോട്ട് പോവുള്ളൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മോദി കെയറിൽ വന്നു കഴിഞ്ഞാൽ നമ്മള് മാറും. അൾട്ടിമേറ്റ് ആയിട്ട് ആത്മാർത്ഥമായിട്ട് ഏറ്റെടുത്തവർ മാറും. ശരിക്കും അടിമുടി ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. നമ്മൾ സംസാരിക്കാൻ പഠിക്കും, ഒരു വിഷമം വന്നാൽ അത് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കും. ഇപ്പൊ ആളുകൾ കളിയാക്കുമ്പോ സാരല്ല, അത് നമ്മുടെ ഫ്യൂയലാക്കി മാറ്റാൻ, ഒരു നെഗറ്റീവിനെ പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ പഠിക്കും. ജീവിതത്തിലെ കുറെ പാഠങ്ങൾ മോദി കെയർ ബിസിനസ്സിലൂടെ നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതൊക്കെയാണ് എന്റെ വിശേഷങ്ങള്. എന്തായാലും എന്നെ ഈ ഒരു ടെസ്റ്റിമണി പറയാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചതിന് എല്ലാവർക്കും നന്ദി പറയുന്നു, ടോട്ടൽ ടീമിന് നന്ദി പറയുന്നു. അപ്പൊ ഇതൊക്കെയാണ്. എല്ലാവരുടെയും സ്നേഹത്തിനും കരുതലിനും ഒക്കെ നന്ദി പറയുന്നു. ഈ പ്രോഗ്രാമില് പുതിയ ആളുകൾ ഉണ്ടോ എന്ന് എനിക്ക് അധികം ഡീറ്റെയിൽസ് അറിഞ്ഞുകൂടാ. എന്തായാലും ഒരു കാര്യം ഏറ്റെടുക്കുക, നമ്മളെന്ന വ്യക്തിയുടെ ഉള്ളിലെ അപാരമായ കഴിവുകളുണ്ട്, അത് പൊട്ടിച്ചു പുറത്തു വരിക. ഒരിക്കലും ഞാൻ ഇങ്ങനെ അറിയപ്പെടുന്ന ഒരാളാവുമെന്ന് ഞാൻ സത്യത്തിൽ കരുതിയിട്ടില്ല. എന്റെ ഫ്രണ്ട്സിന്റെ അല്ലെങ്കിൽ എന്റെ റിലേറ്റീവ് സർക്കിളിന്റെ ഉള്ളിൽ മാത്രം അറിയപ്പെടുന്ന, ഒതുങ്ങിക്കൂടുന്ന ഒരു വ്യക്തിയാവും എന്ന് മാത്രമാണ് ഞാൻ കരുതിയിട്ടുള്ളൂ. പക്ഷെ ഇന്ന് നമ്മളെ പുറത്തൊരാൾ കാണുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ഓടി വന്നൊരു സെൽഫി എടുക്കാൻ ആളുകൾ ഓടി വരുന്ന സമയത്ത് നമ്മുടെ വളർച്ച, ഞാൻ അപ്പോഴൊക്കെ ദൈവത്തിന് നന്ദി പറയും. എന്നെ ഇങ്ങനെ വളർത്തിയതിന് നന്ദി ദൈവമേ എന്ന് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അതിന് പറ്റിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് വെച്ച് നീട്ടും. നമ്മൾ ശ്രദ്ധിക്കില്ല, നമ്മൾ തട്ടിക്കളയും. അത് നമുക്ക് തന്നെയാണ് വിഷമായിട്ട് മാറുക. സോ ഓപ്പർച്യൂണിറ്റി വല്ലപ്പോഴേ നമുക്ക് വരുള്ളൂ അല്ലെ. ശരിക്കും ഓപ്പർച്യൂണിറ്റി നോക്സ് വൺസ് എന്നാണ് പറയാ. ഓപ്പർച്യൂണിറ്റി വന്ന ഉടനെ ഗ്രാബ് ചെയ്തോളൂ. ഇത് മിസ് ചെയ്ത് കളഞ്ഞാൽ പിന്നെ നമുക്ക് രക്ഷയില്ല. പൈസ ഉണ്ടാക്കല് മാത്രല്ല കേട്ടോ സമ്പത്ത്. പൈസ ഉണ്ടാക്കുക മാത്രല്ല, നല്ലൊരു സോഷ്യൽ വെൽബീയിങ് ആവുക, നല്ല ഇൻകം. സത്യം അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇൻകം മാത്രമല്ല, നമ്മൾ 4 പേരെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാവുക, അല്ല ബ്രാൻഡ് വാല്യൂ, ഫേസ് വാല്യൂ കൂട്ടാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഇന്നിപ്പോ എന്നെ ചെറുപ്പത്തില് പഴയ ആളുകൾ കണ്ടിട്ടുള്ള ആളുകൾ പറയും, എന്തൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഈ ആൾക്ക് വന്നിട്ടുള്ളത്, അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്റെ ഒക്കെ ഫാമിലി മെമ്പേഴ്സ്, അപ്പൊ ജിൽസൺ സാറിന്റെ ഫാമിലി മെമ്പേഴ്സ് ആയാലും കല്യാണം കഴിഞ്ഞ് കൊണ്ടുവരുന്ന സമയത്ത് ഒരു മരുമകള്, അതൊരു പാവം
എന്നുള്ള ഒരു രീതിയിൽ നിന്നൊക്കെ പിക്ചർ മാറി ഇപ്പോ അവര് നമ്മളെ ഒരു റെസ്പെക്റ്റോട് കൂടിയിട്ട് കാണുന്ന രീതിയിലേക്ക് നമുക്ക് വളരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മോദിഗർ ബിസിനസ്സിൽ വന്നതുകൊണ്ട് മാത്രമാണ്. കാരണം നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിലും ഇങ്ങനെ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ നടത്താൻ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് ഇപ്പോ സാധിക്കുള്ളൂ, അത് മോദിഗർ മാത്രമാണ്. സോ ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവരും എന്റെ ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ്, എന്റെ ലൈഫ് പച്ചയായിട്ടുള്ള ലൈഫ് ഞാൻ തുറന്നു പറഞ്ഞു, വീടാണ് ഏറ്റവും വലിയ ഡ്രീം ആയിരുന്നത്. സോ വീട് എന്ന് പറയുന്ന ആഗ്രഹം ഉള്ളിൽ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ സ്പീഡില് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയത്. ഇപ്പൊ ജിഷ സാർ എപ്പോഴും പറയുന്ന പോലെ വൈസ്, നിങ്ങൾ എന്തിനാണ് മോദിഗർ ചെയ്യുന്നത്, വൈ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക. ഇൻകം ആണെന്നുണ്ടെങ്കിൽ ഇൻകം, ഒരു ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ അങ്ങനെ, നിങ്ങൾ 4 പേര് അറിയപ്പെടുന്ന വ്യക്തിയായി മാറണമെന്നുണ്ടെങ്കിൽ അങ്ങനെ. നമ്മള് എല്ലാവരും എന്നെ അറിയപ്പെടണം എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യണ്ട. നമ്മള് നല്ല രീതിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ, പ്രാക്ടീസ് ചെയ്യാൻ, പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ബ്രാൻഡ് ആയിക്കോളും. അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു ഹോംവർക്ക് ഒന്നും നമ്മൾ ചെയ്യാനില്ല. ദൈവം തന്നെ നമ്മൾ ഉയർത്തി ഉയർത്തി കൊണ്ടുവരും. കർമ്മം ചെയ്യുക, പ്രാർത്ഥിച്ചിട്ട് എല്ലാം ഒരുങ്ങി കൃത്യമായിട്ട് അവരവരുടെ കടമകൾ കൃത്യമായിട്ട് ചെയ്യുക, ഓട്ടോമാറ്റിക്കലി നമ്മൾ ഉയർന്നു വരും. ഇതാണ് എനിക്ക് മെസ്സേജ് പറയാനുള്ളത്. സോ ഒരിക്കലും കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാഡം. Thank you, ma'am. Thank you, madam. താങ്ക് യു മാഡം. Thank you, madam.